തൃശ്ശൂരിൽ പുലികളി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പുലികൾക്കുള്ള നിറക്കൂട്ട് തയ്യാറാക്കൽ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ നിറങ്ങൾ അരച്ചു ചേർത്ത് തൃശ്ശൂർ പാട്ടുരായ്ക്കൽ ദേശം ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. തൃശ്ശൂർ പുലിക്കളി ആവേശത്തിലേക്ക് കടന്നു. പുലിക്കളിക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വിവിധ പുലിമടകളിൽ ആരംഭിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഉള്ളത് പാട്ടുരായ്ക്കൽ ദേശത്താണ്. ഇവിടെ പുലിച്ചായം അരയ്ക്കുന്ന നടപടികളാണിപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകം ഈ പുലികളുടെ ദേഹത്ത് വരയ്ക്കാനുള്ള ചായം അരച്ച് ഉണ്ടാക്കുകയാണ്. ഇത് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇന്നാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ പുലിമടകളിലും ഇപ്പോൾ ഇതിന് വേണ്ട നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പല വർണ്ണങ്ങളിലും, അതായത് നമുക്കറിയാവുന്നത് പോലെ തന്നെ പല തരത്തിലുള്ള പുലികളുണ്ടാവും. പുള്ളിപ്പുലി ഉണ്ടാവും, വരയംപുലി ഉണ്ടാവും, അതുപോലെ തന്നെ കരിമ്പുലി ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പുലികൾ ഓരോ ടീമിൻ്റെ കൂടെയും ഉണ്ടാകാറുണ്ട്. അവർക്കെല്ലാം ദേഹത്ത് തേക്കുന്നതിന് വേണ്ടിയുള്ള ചായങ്ങളാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പാട്ടുരായ്ക്കൽ ദേശത്തിൻ്റെ ഭാരവാഹികളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ചായം അരച്ചു തുടങ്ങി. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? ഇതൊരു പ്രത്യേകതരം പൗഡറാണ്. അത് ഞങ്ങൾ വാർണിഷിൽ കലക്കിയിട്ട് അരച്ചിട്ടാണ് പെയിന്റ് എടുക്കുന്നത്. ഈ സാധാരണഗതിയിൽ ഈ പെയിന്റ് ആണോ ഉപയോഗിക്കാറ് മുമ്പൊക്കെ? അല്ല, മുമ്പും പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പൗഡർ ഗറില്ല പൗഡർ തന്നെയാണ് നമ്മൾ റെഗുലറായിട്ട് എല്ലാ പുലിക്കളി സംഘങ്ങളും ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഗറില്ല പൗഡർ വാർണിഷിൽ ചാലിച്ച് അരച്ചെടുക്കും. അത് നൂല് പോലെ പൊട്ടാതെ പോകുന്ന ആ ഒരു പരുവമാവുന്നത് വരെ അത് അരയ്ക്കണം. അത് അരയ്ക്കണതിന് അതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഉണ്ട്. വെള്ളയിട്ട് അരച്ചു തുടങ്ങും, പിന്നെ അവിടെ നിന്ന് മഞ്ഞയിലേക്ക് കയറും, ലൈറ്റ് മഞ്ഞ, ഡാർക്ക് മഞ്ഞ, പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള കളറുകൾ ഡാർക്കിലേക്ക് കയറിയിട്ട് അവസാനം കറുപ്പരച്ചിട്ടാണ് ഇത് അവസാനിപ്പിക്കുക. പല പുലികളിക്ക് ഇറങ്ങുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ദേഹത്ത് വലിയുമ്പോഴൊക്കെ നല്ല വേദനയൊക്കെയാണെന്നുള്ളത്. ഇത്തവണത്തെ ഈ ഒരു പൊടിയുടെ ഒരു പ്രത്യേകത എന്താണ്? സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ള പോലെ തന്നെയാണ്. സ്കിന്നിന് യാതൊരു വിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ചിലർ പറഞ്ഞു കേട്ടില്ല സ്കിന്നിന് നല്ലതാണ് എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഇതിപ്പോൾ ഇത്രയും ദിവസം മുമ്പ്, അപ്പോൾ അതായത് നമുക്ക് 2 ദിവസം കൂടി ഉണ്ട് ഇനി. അപ്പോൾ ഇത്രയും നേരത്തെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കട്ട പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളില്ല? ഇല്ല. അത് കാരണം കൊണ്ട് വേറെ ഇത് കട്ട പിടിക്കുക കാര്യങ്ങളില്ല. ടർപ്പൻ്റ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ടർപ്പൻ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഇത് വേറെ പെയിന്റിന്റെ രീതിയിലേക്ക് വരുന്നത്. തൃശ്ശൂരിൽ ഇനി 4 നാളിൽ പുലികളിക്ക്, അതായത് സ്വരാജ് റൗണ്ടിൽ പുലികൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം ആ ഒരു ചന്തവും ആ മേളത്തിനൊത്തുള്ള ചൂടുവെപ്പും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.